ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ഫാക്ടേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുടിനും ചൈനയിൽ വെച്ച് നടത്തിയ ഒരു 45 മിനിറ്റ് ചർച്ചയിൽ സുഖോയ് 57 ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് നടന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വ്ളാഡിമിർ പുടിൻ ഈ വർഷത്തെ എൻഡിൽ ഇന്ത്യ വിസിറ്റ് ചെയ്യും. ആ ഒരു ടൈമിൽ ഈ സുഖോയ് 57 പ്രോജക്റ്റ് ഇന്ത്യക്കുള്ളിൽ ലോഞ്ച് ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ എന്നുള്ള നിലയിലാണ് പല രീതിയിലുള്ള അഭ്യൂഹങ്ങൾ ഇങ്ങനെ പരക്കുന്നത്. പക്ഷെ അതിന്റെ ഇടയിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും വ്ളാഡിമിർ പുടിനും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ഈ ഒരു വിഷയം ചർച്ചയായിട്ടുണ്ട്. അതായത് ഇന്ത്യയെ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിംഗിൽ ഒരു നിർണായക സ്ഥലത്ത് എത്തിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാഗ്ദാനമാണ്. അമേരിക്കയൊന്നും ഒരു കാലത്ത് നമുക്ക് ഇതേപോലത്തെ ടെക്നോളജി ഒന്നും എവിടെയും ഓഫർ ചെയ്യാൻ പോകുന്നില്ല. അവർ ചെയ്താൽ തന്നെയും നമ്മൾ 24/7 അവരുടെ കാലം പിടിച്ച് നിൽക്കേണ്ടി വരും. അതാണ് അമേരിക്കയുടെ നിലപാട്. പക്ഷെ അതേസമയം ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ റഷ്യ നമുക്ക് ഫുൾ ടെക്നോളജി ട്രാൻസ്ഫർ തന്നെയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്ററാണ്. നമ്മൾ ഉയരങ്ങളിലേക്ക് തന്നെയാണ് പോകേണ്ടത്. അമേരിക്ക ആയുധ കച്ചവടം കുത്തകയായിട്ട് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അവരൊരിക്കലും ഇന്ത്യയെ ഫ്രീ ആയിട്ടുള്ള ഒരു ട്രേഡിന് അനുവദിക്കില്ല. അത് തന്നെയാണ് അവർക്ക് വേണ്ടത്. അപ്പൊ ഇത്രമാത്രം ഇന്ത്യയുടെ മേളിൽ ഈ ഒരു പ്രഷർ ഇടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പീറ്റർ നെവറെ ആയിക്കോട്ടെ, അതേപോലെ തന്നെ സ്കോട്ട് ബെസന്റ് ആയിക്കോട്ടെ പറഞ്ഞു വെക്കുന്നത് ഇന്ത്യ ഓയിൽ മാത്രമല്ല ആയുധങ്ങളും ഏറ്റവും കൂടുതൽ റഷ്യയുടെ സൈഡിൽ നിന്നാണ് മേടിക്കുന്നത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അവരുടെ വെപ്രാളം മനസ്സിലായല്ലോ. ഇന്ത്യക്ക് ഈ വെപ്പൺ ഇൻഡസ്ട്രിയിൽ ഒരു ഫ്രീഡം കിട്ടാൻ പാടില്ല. ഈ ഒരു ആയുധ മാനുഫാക്ചറിങ്, ആയുധ കച്ചവടം, ഇതൊക്കെ തന്നെ അമേരിക്കയെ വളരെയധികം അലേർട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അവർ വളരെ കോൺഷ്യസ് ആയിട്ടാണ് ഇതിനെ നോക്കി കാണുന്നത്. നമ്മൾ ഇന്ത്യൻസ് വളരെയധികം ഈ അവരുടെ ഓരോ സ്റ്റേറ്റ്മെന്റുകളിലും പുറത്തു വരുന്ന കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി കാണേണ്ടതാണ്. ആയുധ കച്ചവടം ഇന്ത്യ ഏറ്റെടുക്കുമോ എന്നുള്ളതിൽ അവർ വളരെ അസ്വസ്ഥരാണ്. കാരണം വേറെ ഒന്നുമില്ല, കുറഞ്ഞ ചെലവിൽ നമ്മൾ ആയുധം ഉണ്ടാക്കി വിപണിയിൽ എത്തിക്കും. അമേരിക്ക എന്ന് പറഞ്ഞാൽ ആയുധമുണ്ടാക്കി ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ ISRO കമ്പയർ ചെയ്ത് നോക്കൂ. നമ്മൾ എത്ര കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് റോക്കറ്റ് വിക്ഷേപണം നടത്തുന്നത്. അപ്പൊ അതുപോലെ തന്നെ ലോകത്തിന് മുമ്പിൽ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള വലിയ വലിയ പ്രോജക്റ്റുകൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. ആ സാഹചര്യത്തിൽ ആയുധ മേഖല, ഇപ്പൊ ആയുധ കച്ചവട മേഖലയിൽ ഇന്ത്യ ഇറങ്ങി വരുന്നത് അമേരിക്കയ്ക്ക് തിരിച്ചടിയാണ്. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയമാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ത്യയെ ഈ ഒരു ടൈമിൽ തന്നെ ഇച്ചിരി വരിഞ്ഞു മുറുക്കണം എന്ന് അമേരിക്ക തീരുമാനിക്കുന്നത്. ഇതിനെ ഇന്ത്യ ഒരു ഹെൽത്തി കോമ്പറ്റീഷനായിട്ട് കണ്ടാൽ മതി. നമ്മൾ ഒരിക്കലും അമേരിക്കയുടെ മുന്നിൽ നിങ്ങൾ ടെക്നോളജി തരൂ എന്ന് ചോദിക്കാനൊന്നും പോകുന്നില്ല. അവർക്ക് നമ്മളുമായിട്ട് ചേർന്ന് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പ്രപ്പോസലുകൾ നമ്മൾ അമേരിക്കയ്ക്കും നമ്മൾ പ്രപ്പോസൽ വെച്ചിട്ടുള്ളതാണ്. GE കമ്പനിക്ക് നമ്മൾ പ്രപ്പോസൽ വെച്ചതാണ്. ലോക്കിഡ് മാർട്ടിന് നമ്മൾ പ്രപ്പോസൽ വെച്ചതാണ്. അവരൊക്കെ അസംബ്ലി ലൈനിന് വേണ്ടിയിട്ട് മാത്രമാണ് താല്പര്യം കാണിക്കുന്നത്. അവർ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി കൊണ്ടുവന്നിട്ട് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാൻ തയ്യാറാകുന്നില്ല. അപ്പൊ ഈ സാഹചര്യത്തിലൊക്കെ നമ്മൾ നമ്മുടേതായിട്ടുള്ള വഴി നോക്കണമെന്നേ. അല്ല നമ്മൾ അമേരിക്കയെ ആശ്രയിച്ചിരുന്നൊരു കാര്യമില്ല. ബിസിനസ് ഡെഫിനറ്റ്ലി വി വിൽ ഡു, വി ആർ ഇൻട്രസ്റ്റഡ് ഓൺ ദാറ്റ്. ആ പാർട്ട് നമുക്ക് താല്പര്യമുള്ള വിഷയമാണ്. ബിസിനസ് നമ്മൾ ചെയ്യും. പിന്നെ നവംബറിൽ, അതായത് വരുന്ന നവംബറിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു ബൈലേറ്ററൽ എഗ്രിമെന്റ്, ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഇഷ്യൂ പോയിക്കൊണ്ടിരിക്കുന്നില്ലേ. അപ്പൊ ആ ഒരു താരിഫ്, അവർ കോമൺ താരിഫിനെ ഒഴിവാക്കിക്കൊണ്ട് ബൈലേറ്ററൽ എഗ്രിമെന്റിൽ ഇന്ത്യയും അമേരിക്കയും സൈൻ ചെയ്യും എന്നാണ് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്നത് വി വിൽ സോൾവ് ദിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഈ ഒരു പ്രശ്നം ഞങ്ങൾ പരിഹരിക്കും. ഇന്ത്യ ഞങ്ങളുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് അങ്ങനെ വിടത്തില്ല. നമ്മൾ തീർച്ചയായിട്ടും ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അങ്ങനെ ഇറങ്ങി വരും. അവര് സിംഹാസനത്തിൽ നിന്ന് ഇപ്പോഴാണ് അവർ താഴോട്ട് നോക്കുന്നത് ആരൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഇവർ പതിയെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിപ്പം അമേരിക്ക പെട്ടെന്ന് SCO സബ് കണ്ട് പേടിച്ചെന്നാവില്ല. അപ്പൊ അതുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവർ ഓരോരുത്തരെ വെച്ചിട്ട് ഓരോ സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരികയാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ഒരു സൈഡിൽ നടക്കുന്നെങ്കിലും ഇന്ത്യൻ മിലിറ്ററി ഇപ്പൊ അലാസ്കയിലുണ്ട്. അതായത് ഇന്ത്യൻ മിലിറ്ററിയും അമേരിക്കൻ മിലിറ്ററിയും, രണ്ടുപേരുടെ മിലിറ്ററികളും 2 ട്രൂപ്പും ഇപ്പൊ അലാസ്കയിലുണ്ട്. ഇത് മുൻകൂട്ടി തീരുമാനിച്ച ഒരു ട്രയലാണ്, മിലിറ്ററി ട്രയൽ ഡ്രില്ല്, മോക്ക് ഡ്രിൽ. അലാസ്കയില് അമേരിക്കയുടെയും ഇന്ത്യന്റെയും മിലിറ്ററി ട്രൂപ്സ് ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരീക്ഷണം മീൻസ് ഒരു എക്സ്പെരിമെന്റൽ മിലിറ്ററി പരേഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഉള്ള ഒരു ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ട്രൂപ്പാണ് ഇന്ത്യക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു ജോയിന്റ് ആയിട്ട് ഒരു മിലിറ്ററി എക്സസൈസ് ആണ് അലാസ്കയിൽ നടക്കുന്നത്. ഇത്രയെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ നടക്കും. കാരണം ഒരു കാര്യം ആദ്യം മനസ്സിലാക്കിക്കോണം, ഇന്ത്യക്കുള്ളിൽ പല മാധ്യമങ്ങളും ശരിക്കും പറഞ്ഞാൽ മെയിൻ സ്ട്രീം മീഡിയ തന്നെ ഫോക്കസ് ചെയ്യുന്നത് അമേരിക്ക ഇന്ത്യ ചെയ്ത് യുദ്ധം ചെയ്ത കണക്കുള്ള ഒരു പ്രൊപ്പഗണ്ടയാണ് മൊത്തത്തിൽ കാണാൻ കഴിയുന്നത്. പക്ഷേ അമേരിക്കയ്ക്കും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നം ഒരു നെഗോസിയേഷൻ വാറാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആർക്കാണ് കൂടുതൽ നെഗോസിയേഷൻ പവർ, ആരാണ് ഏറ്റവും കൂടുതൽ
പ്രഷർ അപ്ലൈ ചെയ്യുന്നത്? ആർക്കാണ് ഏറ്റവും കൂടുതൽ ജിയോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ്, ആർക്കാണ് ഏറ്റവും കൂടുതൽ പവർ, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു പ്രഷർ പ്ലേ നെഗോസിയേഷൻ ഗെയിമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ വെച്ചുകൊണ്ട് അമേരിക്കയുമായിട്ട് ഇന്ത്യക്ക് യുദ്ധം എന്നുള്ള നിലയിൽ ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ വെച്ച് വിലയിരുത്തി നോക്കുമ്പോഴത്തേക്കും അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്, വളരെ തുല്യമാണ് കാര്യങ്ങൾ. കാരണം എയ്തർ അമേരിക്ക അല്ലെങ്കിൽ ചൈന, ഈ രണ്ട് രാജ്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാനെ വെച്ചിട്ടാണ് ഇന്ത്യയെ കൗണ്ടർ ചെയ്യാനുള്ള ആ ഒരു മാർഗം നോക്കുന്നത് അവര്. അപ്പൊ ഇവിടെ പാകിസ്ഥാനാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ശല്യം ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങളും, അതായത് നമ്മളുടെ ടോപ്പിൽ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളും ചൈനയും അമേരിക്കയും രണ്ടുപേരും പാകിസ്ഥാൻ ത്രൂ ആണ് ഇന്ത്യയെ കൗണ്ടർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സെയിം വ്യൂ പോയിന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇവനാണോ അവനാണോ ബെറ്റർ നമ്മൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ചൈനയെ അമേരിക്ക പറയുന്നത് ഒരു ഡിക്റ്റേറ്റർ ആണ് എന്നാണ്. അമേരിക്കയിലും മാറി മാറി രണ്ട് ഭരണകൂടത്തിലുള്ള ആൾക്കാർ വന്നാലും അവരുടെ ഡീപ് സ്റ്റേറ്റുമായിട്ടുള്ള താല്പര്യം ഏകദേശം ഡിക്റ്റേറ്റർഷിപ്പ് പോലെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ കൂടുതൽ അങ്ങോട്ട് പരിപോഷിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ടിറ്റ് ഫോർ ടാറ്റ്, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കും വേണം, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നമുക്കും വേണ്ട. അത് തന്നെയാണ് ഇന്ത്യയുടെ ആറ്റിറ്റ്യൂഡ്. ട്രംപ് ത്രോ അവേ ഇന്ത്യ ഫോർ ഫാമിലി ബിസിനസ് ഇൻട്രസ്റ്റ് എന്നാണ് ഇതിനു മുമ്പ് വരുന്ന NSA നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അമേരിക്കയുടെ ജേക്ക് സുല്ലിവൻ പറഞ്ഞു വെക്കുന്നത്. ട്രംപിനെ ഡയറക്റ്റ് ആയിട്ട് ഹിറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അമേരിക്കയുടെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. ഇതൊക്കെ നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയാസ് ഈ ജേക്ക് സുല്ലിവന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്ത് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതിൽ അയാൾ കുറെ വിഷയങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് പുള്ളി പറഞ്ഞു വെക്കുന്നത് സ്വന്തം കുടുംബത്തിന്റെ ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ബന്ധത്തിനെ തള്ളിപ്പറഞ്ഞ ട്രംപ് ഭരണകൂടം എന്നാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലപാടിനെയാണ് പുള്ളി വിമർശിക്കുന്നത്. വളരെ വ്യക്തമായിട്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്ത്യയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, അമേരിക്കയുടെ എന്ത് തരത്തിലുള്ള ഇൻട്രസ്റ്റ് ആണ് ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യ സംരക്ഷിക്കുന്നത്, അതിന് ഇന്ത്യ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് NSA നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അതായത് നമ്മുടെ ഇന്ത്യയിൽ അജിത് ഡോവൽ വഹിക്കുന്ന ആ ഒരു റോള് പ്ലേ ചെയ്തിരുന്ന വ്യക്തിയാണ് ജേക്ക് സുലിവൻ. പുള്ളി തന്നെയാണ് ഈ ഒരു വിഷയം ഇങ്ങനെ കോട്ട് ചെയ്ത് പറയുന്നത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയയിൽ വൈകുന്നേരങ്ങളിൽ ഒരു വലിയ ടോപ്പിക്കായിട്ട് തന്നെ എടുത്തിരുന്ന് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. സിംഗപ്പൂർ പ്രൈം മിനിസ്റ്റർ ലോറൻസ് വാങ് ഇന്ത്യയിലുണ്ട്. 2 to 4, അതായത് 2-ാം തീയതി മുതൽ 4-ാം തീയതി വരെ ഇന്ത്യയിലുണ്ടാവും. അപ്പൊ ഇപ്പൊ ഇന്ത്യയിലുണ്ട്. ബൈലേറ്ററൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട എഗ്രിമെന്റ് സൈൻ ചെയ്യാനാണ് വന്നത്. ഈ രാജ്യങ്ങളൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ജപ്പാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഓസ്ട്രേലിയയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സിംഗപ്പൂരിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഫിലിപ്പൈൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സൗത്ത് കൊറിയയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സൗത്ത് കൊറിയയുമായിട്ട് നമ്മൾ ബൈലേറ്ററൽ ചർച്ചകൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവരെല്ലാം തന്നെ ഇന്ത്യയുമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് പാർട്ട്ണർഷിപ്പ് വെച്ച് ട്രേഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന രാജ്യങ്ങളാണ്. ഏഷ്യൻ മേഖലയിൽ ഇന്ത്യ എന്ത് തരത്തിലുള്ള സ്വാധീനമാണ് കഴിഞ്ഞ 10-15 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുത്തത്, ഒരു മാറ്റം വളരെ എഫക്റ്റീവായിട്ട് ഇന്ത്യ പ്രവർത്തിച്ച് അമേരിക്കയ്ക്ക് മുൻപിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ സിംഗപ്പൂരിന്റെ പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിലുണ്ട്. ബൈലേറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്യാണ്. അതിനോടൊപ്പം ഒരു ഗുഡ് ന്യൂസ് കൂടെ ഉണ്ട്. ഇന്ത്യയിൽ ആദ്യത്തെ ചിപ്പിന്റെ കാറ്റഗറി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പീയൂഷ് ഗോയൽ ആ ഒരു ആദ്യത്തെ ചിപ്പിന്റെ മോഡല് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. വിക്രം 3201 എന്നാണ് ഈ ഒരു ചിപ്പിന് പേരിട്ടിരിക്കുന്നത്. ഇത് ഇൻഡിജിനിയസ് ആയിട്ട് നിർമ്മിച്ച ചിപ്പാണ്, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ചിപ്പാണ്, സെമി കണ്ടക്ടർ ചിപ്പ് എന്നാണ് പറയുന്നത്. ഈ ഒരു ചിപ്പിന് വിക്രം 3201 എന്നുള്ള നമ്പറിലാണ് ഇത് അറിയപ്പെടുന്നത്. കട്ടിംഗ് എഡ്ജ് 32-bit മൈക്രോ പ്രൊസസർ ഡിസൈൻഡ് സെമി കണ്ടക്ടർ ചിപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന ആ ടെക്നോളജിയിൽ പരിചയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ എന്തിന്റെ ചിപ്പാണ് എന്താണെന്നുള്ളത്. ഇത് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഇത് ആദ്യത്തെ ചിപ്പായിട്ടാണ് കരുതപ്പെടുന്നത്. ഇന്ത്യ ശരിക്കും ഒരു ഡിപ്ലോമാറ്റിക് റിമാർക്കബിൾ ബ്രേക്ക് ത്രൂ ആണ് കാണിച്ചു കൊടുത്തത്. ശരിക്കും അമേരിക്കയ്ക്ക് ഈ ഒരു സബ്മിറ്റ് കണ്ട് അവർ പേടിച്ചോ എന്ന് ചോദിച്ചാൽ, ഇതിൽ അമേരിക്ക പേടിച്ചോ ഇല്ലയോ എന്നുള്ളതിലല്ല ഇവിടുത്തെ കാര്യം. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പ് അത് തന്നെയാണ് ഇന്ത്യ കൊടുത്തിട്ടുള്ളത്. ആ ഒരു SCO സബ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡെമോൺസ്ട്രേഷനിൽ അമേരിക്ക ശരിക്കും പറഞ്ഞാൽ ഫോക്കസ്ഡ് ആയിട്ട് നോക്കുന്നുണ്ട് എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ ഈ SCO സബ്മിറ്റ് കഴിഞ്ഞതിന് ശേഷം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു മയപ്പെടുത്തിയ സ്റ്റേറ്റ്മെന്റ്, അതായത് ഇത്ര ഹാർഡായിട്ട് ഇന്ത്യയോട് പെരുമാറിക്കൊണ്ടിരുന്ന അമേരിക്ക പെട്ടെന്ന് തന്നെ അവരുടെ സ്റ്റേറ്റ്മെന്റ് എല്ലാം തന്നെ റിലാക്സ് ചെയ്തിട്ട് വരൂ, നെഗോഷിയേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. സ്കോട്ട് ബസന്റ് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എല്ലാം ഞാൻ വെക്കുന്നുണ്ട്. അതേപോലെ പീറ്റർ നവേരോ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വെക്കുന്നുണ്ട്. പീറ്റർ നവേരോ പറഞ്ഞത്, ഞാൻ ബ്രാഹ്മിൻസ് എന്ന് ഉദ്ദേശിച്ചത് എന്റെ സ്റ്റേറ്റ്മെന്റ് തെറ്റിദ്ധരിക്കപ്പെട്ടു, അത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെട്ടു. ഞാൻ ബോസ്റ്റണിലുള്ള റിച്ച് ടീംസ് എലൈറ്റ് ക്ലാസിനെയാണ് ഉദ്ദേശിച്ചത്, അത് ബോസ്റ്റണിലുള്ള ഇന്ത്യൻ എലൈറ്റ് ക്ലാസിനെയാണ് ഉദ്ദേശിച്ചത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് ഇന്ത്യയെ കൂട്ടിത്തിട്ട് ബ്രാഹ്മിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഉരുണ്ട് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അത് പുള്ളിക്ക് തന്നെ ഒരു ബാക്ക് ഫയർ ആയി.
കാരണം ഈ ജാതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോക്ക് ഇങ്ങനെ അമേരിക്കയുടെ സൈഡിൽ നിന്നൊക്കെ വരാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പുള്ളിക്ക് ഉത്തരമില്ല. പിന്നെ പുള്ളി ഞാൻ ബോസ്റ്റണിലുള്ള എലൈറ്റ് ക്ലാസിനെ കുറിച്ചാണ് പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനിപ്പോൾ ബ്രാഹ്മിൻസ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം എന്താണ് ഇരിക്കുന്നത്? ഇവരുടെ നാട്ടിലൊക്കെ എലൈറ്റ് ക്ലാസ് പീപ്പിളിനെ ബ്രാഹ്മിൻസ് എന്നാണോ വിളിക്കുന്നത്? എനിക്കറിയത്തില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സ്കോട്ട് ബെസന്റും പീറ്റർ നവേറോ മാർക്കോ റൂബിയോ ഇവരൊക്കെ ചേർന്ന് ഇന്ത്യയെ എങ്ങനെയെങ്കിലും വന്ന് നെഗോഷിയേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ ലോബി അവിടെ ഉണ്ട്. അവർ തീർച്ചയായിട്ടും വൈറ്റ് ഹൗസുമായിട്ട് കോൺടാക്റ്റിലാണ്. അവർ ഫർദർ നെഗോസിയേഷന്റെ ടോക്ക് മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പീയൂഷ് ഗോയൽ തന്നെയാണ്, നമ്മുടെ കമേഴ്ഷ്യൽ ഇൻഡസ്ട്രി മിനിസ്റ്റർ പീയൂഷ് ഗോയലാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്ത് പറഞ്ഞത്. നമ്മൾ നെഗോസിയേഷൻ കണ്ടിന്യൂ ചെയ്യും, ബൈലേറ്ററൽ എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ തുടരും, വരുന്ന നവംബറിനുള്ളിൽ നമ്മൾ ഈ ഒരു ബൈലേറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പാക്ട് സൈൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു പാക്ട് തന്നെയാണിത്, ഒരു എഗ്രിമെന്റ് തന്നെയാണ്. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, $500 ബില്യൺ വർത്ത് വരുന്ന ബിസിനസ്സാണ് നമ്മൾ അമേരിക്കയുമായിട്ട് ഈ 2030 പ്രതീക്ഷിക്കുന്നത്. അമേരിക്ക ജർമ്മനി ത്രൂ ഇന്ത്യക്ക് സാങ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രഷറായിരുന്നു. എന്നിട്ട് ഇപ്പൊ ജർമ്മന്റെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഇൻഡോ പസഫിക് മേഖലയിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു പാർട്ട്ണർ ആണെന്നാണ് ജർമ്മനിയുടെ സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ നോക്കൂ, അതായത് ഇന്ത്യ ഒരു സ്റ്റെപ്പ് എടുത്തതേ ഉള്ളൂ. ചൈനയുമായിട്ട് ജസ്റ്റ് പോയി നമ്മളൊരു ഷേക്ക് ഹാൻഡ് കൊടുത്തതേ ഉള്ളൂ, കഴിഞ്ഞ് ടപ്പേ എന്നാണ് സ്റ്റേറ്റ്മെന്റുകൾ മാറുന്നത്. ജർമ്മനിയുടെ സ്റ്റേറ്റ്മെന്റ് മാറുന്നു, അമേരിക്കയിൽ നിന്ന് 1, 2, 3 ആൾക്കാർ തുടരെ സ്റ്റേറ്റ്മെന്റ് മാറ്റുന്നു, അമേരിക്കയുടെ നിലപാട് തന്നെ മാറുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മളുടെ എയറോസ്പേസ് ടെക്നോളജിയിൽ ഒരു പ്രൈവറ്റ് ഫേം, ഒരു കലാം 250 എന്ന് പറഞ്ഞിട്ട് ഒരു റോക്കറ്റ് മോട്ടോർ നമ്മൾ മാനുഫാക്ചറിങ് ചെയ്തിട്ടുണ്ട്. ഇൻഡിജീനിയസ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് ആണ്. തീർച്ചയായിട്ടും ISROയുടെ സപ്പോർട്ടോട് കൂടി അതിന്റെ അണ്ടറിൽ വരുന്ന ഒരു കമ്പനി തന്നെയാണ്. കമ്പനിയുടെ പേര് സ്കൈ റൂട്ട് എയറോസ്പേസ് എന്നാണ്. സ്കൈ റൂട്ട് എയറോസ്പേസ് കേട്ടോ. അപ്പൊ ഇവരുടെ ഈ മോട്ടറുമായിട്ട് ബന്ധപ്പെട്ട് അഡ്വാൻസ്ഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സ്റ്റേഷനിൽ ഇതിന്റെ പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. കലാം 250 എന്ന് പറഞ്ഞിട്ടാണ് പേരിട്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.